കൊലപാതകം ഇന്നേ വരെ കണ്ടുപിടിക്കാനോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏജൻസിയായ അന്വേഷണ ഏജൻസിയായ CBIക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ നീതിയും നിയമവും എവിടത്തോളം ഉണ്ടായിട്ടുണ്ട്, എവിടത്തോളം പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത മനസ്സിലാക്കണം. ഇവിടെ MICയുടെ CM ഉസ്താദ് നട്ടു വളർത്തിയിട്ടുള്ള മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധ സ്വരം ഉയർത്തി തെരുവിലിറങ്ങിയപ്പോൾ കിതാബും പാഠപുസ്തകത്തിലും മാത്രം മുഖമെടുത്ത് നിൽക്കാനുള്ളവരല്ല, നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമുദായത്തിന് വേണ്ടി മുട്ടിച്ചുരുട്ടിക്കൊണ്ട് തെരുവിൽ അഭയം തേടാൻ ഈ വിദ്യാർത്ഥി പടയണിക്ക് സാധിക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള MICയിലെ വിദ്യാർത്ഥി കൂട്ടങ്ങൾ തെരുവിലിറങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ അന്വേഷണ ഏജൻസിയും അധികാരിവർഗവും ഗവൺമെന്റും ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കണ്ണു തുറക്കണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. 7 വർഷത്തോളമായി മഹാനായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദിന്റെ കൊലപാതകം നടന്നിട്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം PhD പൂർത്തീകരിക്കാൻ 5 വർഷം മതി. ഇവിടെ നോക്ക്, ഇന്ത്യൻ മഹാജനാധിപത്യം എന്ന് വിളിച്ചോതുന്ന നീതി അവകാശമെന്ന് പറയുന്ന ഭാരത ജനതയ്ക്ക് അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദിന്റെ കൊലപാതകം നടന്നിട്ട് 7 വർഷം തികഞ്ഞിരിക്കുകയാണ്. കൊലയാളികളെ പിടികൂടാൻ ഇന്നവരെ ലോക്കൽ പോലീസ് മുതൽ ക്രൈംബ്രാഞ്ച് മുതൽ CBI വരെ അന്വേഷിച്ചിട്ടും കൊലയാളികളെ പിടികൂടാൻ അവർക്ക് സാധ്യമായിട്ടില്ല. ഇവിടെ കൊല നടത്തിയിട്ടുള്ളത് CM ഉസ്താദിനെ കൊല നടത്തിയിട്ടുള്ളതിന് ആത്മഹത്യയാക്കി പ്രചരിപ്പിക്കാനാണ് ഈ അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചത്. എങ്ങനെയെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഷഹീദ് മില്ലത്ത് CM ഉസ്താദ് കടലിൽ മയ്യത്ത് കാണപ്പെട്ടപ്പോൾ CM ഉസ്താദിന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുമ്പോൾ മഹാനായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദിന്റെ കഴുത്തിന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാൾ കടലിൽ തുള്ളി ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന വിരോധാഭാസം പറയുന്ന ഇവിടുത്തെ അന്വേഷണ ഏജൻസി മനസ്സിലാക്കേണ്ടത് മഹാനായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദ് കടലിൽ ചാടിയതാണെങ്കിൽ എങ്ങനെ കഴുത്തിന് പൊട്ടി? മാത്രമല്ല, ആ കടൽക്കരയിലൂടെ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട CM ഉസ്താദിനെ നീന്താൻ അറിയുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരാൾ വെള്ളത്തിനെ ആത്മഹത്യക്കായി സ്വീകരിക്കുക? ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ കഴുത്തല് പൊട്ടിയത് മാത്രമല്ല, CM ഉസ്താദിന്റെ ആന്തരികാവയവങ്ങളിൽ കടൽ തിരമാല വന്നു പോകുമ്പോഴുണ്ടാകുന്ന പതയും നുരയും മാത്രമല്ല പുഴയും ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ ആന്തരികാവയവങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട CM ഉസ്താദിനെ കമിഴ്ത്തിക്കെടുത്തിക്കൊണ്ട് പൂഴിയോട് ചേർത്ത് ശ്വാസം മുട്ടിക്കുകയായിരുന്നു ചെയ്തത്. അതുവഴി ഒരു പ്രൊഫഷണൽ കൊലയാളികളുടെ രീതി അനുസരിച്ച് CM ഉസ്താദിന്റെ കണ്ണിന്റെ ഇവിടെ 2 കണ്ണിന്റെ ഇവിടെ കൈകൾ അമർത്തിക്കൊണ്ട് കഴുത്തിൽ തിരിച്ചു പൊട്ടിക്കുകയാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM ഉസ്താദിന് അതിനുശേഷം കടലിലേക്ക് വലിച്ചെറിയുകയാണ്. കമിഴ്ന്ന് കിടന്നിട്ടാണ് CM ഉസ്താദിന്റെ മയ്യത്ത് കരക്കടിപ്പിക്കുന്നത്. CM ഉസ്താദിന് പാതി ജീവൻ ഉപ്പുവെള്ളം കുടിച്ചിട്ടാണ് CM ഉസ്താദ് മരണപ്പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട CM ഉസ്താദിന് കടലിൽ ജീവനോടെ പല സമയങ്ങളും നിരവധി സമയം അവിടെ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം വേദന സഹിച്ചാണ് ബഹുമാനപ്പെട്ട CM ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് ഇവിടുത്തെ അധികാരിവർഗത്തിന് വികാരമായിട്ടുള്ള ഒരു ആവേശ പ്രസംഗമല്ല. അധികാരിവർഗം കണ്ണു തുറക്കാൻ വേണ്ടി ആവേശത്തോടല്ലെന്ന് പറയുന്നത് വികാരപൂർവ്വമായിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ബഹുമാനപ്പെട്ട CM ഉസ്താദ് കണ്ണടയെടുക്കാതിരിക്കാണ് പാതിരാത്രിക്ക് കടുക്കക്കല്ലിലേക്ക് പോയെന്ന് പറയുന്ന പോലീസുകാര് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട CM ഉസ്താദിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് കാറിലൂടെ ഇറക്കി കൊണ്ടുവന്ന് എന്നതിന് തെളിവുണ്ട്. പ്രദേശവാസികൾ പറയുന്നുണ്ടല്ലോ, വെളുത്ത കാർ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന്. അത് അന്വേഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് CM ഉസ്താദിന്റെ അഭയം തേടുന്ന ഒരു വ്യക്തിയുടെ അലർച്ച ആ പ്രദേശത്ത് പാതിരാ നേരത്തെ കേട്ടിരുന്നെന്ന് അവിടുത്തെ വൃദ്ധ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് CBI പോലും അതന്വേഷിക്കാൻ കൂട്ടാക്കിയിട്ടില്ല? ഇവിടേക്ക് നിരവധി ചോദ്യങ്ങൾ വരികയാണ്. എന്നിട്ട് വീണ്ടും ആത്മഹത്യാ പുരാണം ഈ സമൂഹത്തിന്റെ മേൽ ഇങ്ങനെ ഉണ്ടാക്കി പല തന്ത്രത്തിലും CM ഉസ്താദിന്റെ കൊലപാതകത്തെ ആത്മഹത്യയേക്കാൾ ചിത്രീകരിക്കാനാണ് CBI വെമ്പൽ കൊള്ളുന്നത്. ഇവിടെ CBIന് ആയിരക്കണക്കിന് ആത്മഹത്യ റിപ്പോർട്ടുകൾ സമർപ്പിച്ചാലും CM ഉസ്താദിനെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരു സമുദായമുണ്ട് ഇവിടെ. അത്തരം ആത്മഹത്യ റിപ്പോർട്ടുകൾ പുറങ്കാലുകൊണ്ട് ചവിട്ടിച്ചാടുമല്ലാതെ ഒരു തരത്തിലും സ്വീകരിക്കാൻ ഈ സമുദായം മുന്നോട്ട് വരില്ല. പാണൻകാരനവരനറിയില്ലേ? കീഴൂരിലെ ക്ഷേത്ര പൂജാരി ചങ്ക് പൊട്ടി കാസർഗോഡ് പരിപാടിയിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: മഹാനായ ഉസ്താദ് ആത്മഹത്യ ചെയ്യില്ല, അതൊരു കൊലപാതകമാണ്. മഹാനായ ഉസ്താദിനെ ചതിച്ചു കൊന്നതാണ്.
ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും നടത്തിയിട്ടുള്ള സമര പോരാട്ടത്തിൽ ബഹുമാനപ്പെട്ട CM ഉസ്താദിനെ സ്നേഹിക്കുന്നവർ വന്നു, നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ വന്നു. ഓരോരുത്തരും വിളിച്ചു പറഞ്ഞതൊന്നു മാത്രമാണ്, ഇത് കൊലപാതകമാണ്. മഹാനായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദിനെ കൊന്ന് കടലിൽ തള്ളിയതാണ്. ഇവിടുത്തെ എല്ലാവർക്കും ഒരഭിപ്രായമുള്ളൂ, ഒരൊറ്റ അഭിപ്രായമുള്ളൂ, മഹാനായ CM ഉസ്താദിന്റെ കൊലപാതകമാണ്. അത് CBI അന്വേഷിച്ച് കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടാണ് അന്വേഷണത്തിനെ ഏൽപ്പിച്ചത്. മറിച്ച് അവർ ചെയ്യുന്നതോ ആത്മഹത്യയാക്കി, കൊലയാളികൾക്ക് വേണ്ടി മാത്രം ആത്മഹത്യയാക്കി ചിത്രീകരിക്കുന്ന CBIയുടെ ദാഷ്ട്യമുണ്ടല്ലോ, ആ ദാഷ്ട്യത്തിനെതിരെയാണ് ഈ പ്രകമ്പനം. ആ ദാഷ്ട്യത്തിനെതിരെയാണ് ഇവിടെ മുട്ടുചുരുട്ടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നത്. 7 വർഷത്തിനിടെ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ കൊലയാളികളെ കണ്ടെത്തുമെന്ന് ഇവിടുത്തെ നീതിപീഠത്തോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു.